ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ഓഫീസിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വീട് കണ്ട്, ഒരു പഴയ സ്റ്റൈലിലുള്ള ഒരു വീട് കണ്ട്. പക്ഷേ ആ വീട്ടിൽ നിറയെ കൃഷി ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് പൂക്കളും അതുപോലെ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്റ്റൈലിൽ സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് കുറേ നാളായി. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം പൂക്കളാണ് വെച്ചിരിക്കുന്നത്. പൂക്കളെന്ന് പറയാനായിട്ട് ഏകദേശം എല്ലാം നമ്മുടെ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ എല്ലാ ചെടികളും ഇവിടെ ഉണ്ടായിരുന്നേ. കാരണം അത്ര നല്ല രീതിക്കാണ് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്താലേ അത് നല്ല രീതിക്ക് നിൽക്കത്തുള്ളൂ. അപ്പോൾ മാമ അതൊക്കെ നല്ല രീതിക്ക് ചെയ്യുമെന്ന് ആൻറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് 10 മണിയുടെ അടീനിയത്തിൻ്റെ കാര്യമാണ്. നല്ല ഭംഗിയായിട്ട് അത് ഇഷ്ടം പോലെ കളർ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. ആൻറ്റി എനിക്ക് തൈയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, 10 മണി നട്ടിരിക്കുന്നത് നമ്മുടെ PVC പൈപ്പിൽ നേരെ ഹോൾ ഇട്ടിട്ട് അതിനുള്ളിൽ കുത്തിവെച്ച്. ഇത് മൊത്തം പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇംഗ്ലീഷ് വീഡിയോസിലാണ് ഞാൻ ഇത് മുന്നേ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു അവരുടെ ഫ്രണ്ട് ഭാഗം. ബാക്ക് സൈഡിൽ നമുക്ക് നല്ല പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ബാക്ക് സൈഡിലോട്ട് പോകുന്ന സമയത്ത് കണ്ടില്ലേ, ഫുൾ പൂക്കളും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ മതിൽ പടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ താഴ്ന്ന് കയറി വന്നപ്പോഴാണ് ഇവിടുത്തെ ചീരയുടെ കളർ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയോ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ആൻറ്റി ചെറിയ പച്ചക്കറി തോട്ടമുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടും. വലിയ കൃഷിയൊന്നും അല്ലെന്നാണ് മാമ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഈ ചെറിയ സ്ഥലത്ത് അവരൊരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഇതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പയർ, ചീര, വഴുതനങ്ങ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ വേണ്ട വളം അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. മത്തിയൊക്കെ ഉപയോഗിച്ച് എന്തോ ഒരു വളം മാമ ഉണ്ടാക്കും, അതാണ് ഇതിനെല്ലാം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ചാണകം അത്രയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. യാതൊരുവിധ രാസവളങ്ങളൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇത് കഴിച്ച് നോക്കിയിട്ടായിരുന്നു, അത്രയധികം ടേസ്റ്റും ഇതിനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, രാസമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് അതിനൊക്കെ ടേസ്റ്റ് അത്രത്തോളം ഇല്ല എന്നറിയാം. അപ്പോൾ ഇത് കഴിച്ചപ്പോഴത്തേക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സലാഡ് വെള്ളരിയാണ്. സലാഡ് വെള്ളരിക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി കീറി അതിനുള്ളിലാക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. കാരണം കീടങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അങ്ങനെ നല്ല രീതിക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതെല്ലാം നിൽക്കാൻ ഒരാൾ മാമ സ്ഥിരമായിട്ട് ഇത് നോക്കുന്നുണ്ടെന്നാണ് ആൻറ്റി പറഞ്ഞത്. പിന്നെ ഇതാണ് നിത്യവഴുതനങ്ങ. നിത്യവഴുതനങ്ങ ഇപ്പം എല്ലാവരും വീട്ടിലൊന്നും കാണാനൊന്നും ചന്തയിലൊക്കെ പോയാലും നിത്യവഴുതനങ്ങ അങ്ങനെ വാങ്ങാൻ കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതിൽ വഴുതനങ്ങയാണ് പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ചുണ്ടച്ചെടി ഉണ്ടല്ലോ, ചുണ്ടയ്ക്ക് പിടിക്കുന്ന ഈ ചെടിയിൽ അങ്കിളിത് വഴുതനങ്ങ ബഡ് ചെയ്തിട്ട് നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ അതിൽ നല്ല വലുപ്പമുള്ള വഴുതനങ്ങയാണ് പിടിച്ച് നിൽക്കുന്നത്. കണ്ടോ? ഇവൻ ആൻറ്റിയുടെ വീട്ടിലുള്ളതാണ്. പക്ഷേ ഇവൻ ഞങ്ങളോട് മിണ്ടാൻ അത്ര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ രണ്ടാമത് പോയ സമയത്ത് പയറൊക്കെ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് നട്ടിട്ടുണ്ട്. ചീര, അന്ന് നട്ട ചീരയില്ലേ, അത് തൈയായി കുറച്ച് ദിവസം ആയതേ ഉള്ളെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ അത് പാകമായി എന്ന് പറഞ്ഞ് ആൻറ്റി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ ചീരയൊക്കെ പാകമായി വരണേ എന്ന് പറഞ്ഞ്. അങ്ങനെ വീഡിയോ എടുക്കാനും പിന്നെ ഈ ചീര വാങ്ങിക്കൊണ്ട് പോകാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ആൻറ്റി നമുക്ക് ചീരയൊക്കെ പറിച്ച് തന്ന് ഇത്രയും കളറുള്ള ചീര, ഇത് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് ആൻറ്റി തന്നത്. ചീര മാത്രമല്ല കേട്ടോ, പിന്നെ പയറുണ്ടായിരുന്നു, അതുപോലെ തന്നെ നിത്യവഴുതനങ്ങ, ചതുരപ്പയർ, ഇതെല്ലാം ആൻറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഇത് എത്രമാത്രം ഫ്രഷ് ആയിരിക്കുമെന്ന്. നമ്മൾ ചന്തയിലൊക്കെ കാണുന്നതാണ്, കാണുമോ? അല്ല. അപ്പോൾ രണ്ടാമത്തെ വരവിന് വന്നപ്പോൾ ഇവനുമായിട്ട് നമ്മളോട് കുറച്ച് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. നമ്മളോട് നല്ല രീതിക്ക് മിങ്കിളായിട്ടുണ്ടായിരുന്നേ അവൻ. ഫുഡൊക്കെ വേസ്റ്റ്. ഫോട്ടോ എടുക്കാൻ നിൽക്കണോ? ഫോട്ടോ എടുക്കണോ? പോസ് പറ്റൂലേ? ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് കൃഷിയൊക്കെ കുറവ്. മുന്നേ ഒരുപാടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് പണ്ടത്തെ കൃഷിയുടെ അവർ വിളവെടുത്ത സമയത്ത് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് അവരവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊക്കെ പറയൂലേ, അത് സത്യമാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കഴിച്ചു നോക്കട്ടെ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുഞ്ഞു പച്ചക്കറിത്തോട്ടം വീട്ടിലുണ്ടാക്കണം. നമുക്ക് വിഷമില്ലാത്തതൊക്കെ കഴിക്കാമല്ലോ. നമുക്ക് വിഷമില്ലാത്ത ആഹാരമൊക്കെ കഴിക്കണമെങ്കിൽ ഇതുപോലെ എല്ലാവരും കൊച്ചു സ്ഥലം മതി. ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുണ്ടേ, ഇത്ര സ്ഥലത്താണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.